ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ ആംഗിളുകളെ പറ്റി. പ്രധാനപ്പെട്ട ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ഐ ലെവൽ ആംഗിൾ, ടോപ്പ് ആംഗിൾ, ഡച്ച് ആംഗിൾ, അതുപോലെ ഓവർ ദ ഷോൾഡർ ഷോട്ട് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഐ ലെവൽ ആംഗിൾ, അതായത് നമ്മുടെ കണ്ണ് കാണുന്ന പോലെ, അതായത് കണ്ണിന്റെ നേരെ ഇങ്ങനെ, ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. അത് ഈ ക്യാമറ ഇങ്ങനെയാണ് ഇങ്ങനെ എടുക്കുക. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഇത് നമ്മൾ നിന്നെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാതുകൊണ്ട് ആ കുട്ടിയുടെ സൈസിലേക്ക് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണ് ഐ ലെവൽ ആംഗിൾ എന്ന് പറയുന്നത്. ഏത് സംഭവം നമ്മൾ ഇങ്ങനെ നേരെ കറക്റ്റ് ക്യാമറ പിടിച്ചോണ്ട് എടുക്കുന്ന ഐ ലെവൽ ആംഗിൾ എന്ന് പറയും. ഇനി അടുത്താണ് ഹൈ ആംഗിളും ലോ ആംഗിളും. അതായത് നമ്മൾ ക്യാമറ ഇങ്ങനെ പൊക്കി, ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതാണ് ക്യാമറ ഇങ്ങനെ പൊക്കിയിട്ട് എടുക്കുന്നതിന് ഹൈ ആംഗിൾ എന്ന് പറയും. അതുപോലെ തന്നെ ഒരാൾ നടന്നു വരുന്നതൊക്കെ എടുക്കുക, നമ്മൾ താഴെ ഇരുന്നിട്ട് താഴെ നിന്ന് എടുക്കുന്നതിന് ലോ ആംഗിൾ എന്ന് പറയും. രണ്ടുപേര് കൈ പിടിച്ച് നടന്നു വരുന്നതൊക്കെ എടുക്കാൻ ഏറ്റവും നല്ലത് ലോ ആംഗിൾ എടുക്കുന്നതായിരിക്കും, നേരെ ഇങ്ങനെ എടുക്കുന്നേ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കോമൺ പോസാണ് നമ്മുടെ ഐ ലെവൽ എന്നുള്ളത്. ഹൈ ആംഗിളോ ലോ ആംഗിളോ എടുത്താൽ ഫോട്ടോയുടെ ഒരു പിക്ചർ മാറും. അതാണ് രണ്ടാമത്തെ ആംഗിൾ. അപ്പം ഐ ലെവല്, ഹൈ ആംഗിൾ, ലോ ആംഗിൾ. ഇനി വരുന്നത് ഡച്ച് ആംഗിൾ എന്നുള്ളതാണ്. ഡച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇപ്പം ഇത് ക്യാമറയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും, അതായത് ശകലം ചെരിച്ച് പിടിച്ചിട്ട് എടുക്കുന്നതിനാണ് ഡച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോൺ പിടിച്ചേക്കുന്നെങ്കിൽ ഫോൺ ഇങ്ങനെ ചെരിച്ച് പിടിച്ചെടുക്കുക, അതായത് ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഫോട്ടോ എടുക്കേണ്ടത്. ആ സംഭവം ഒരു ഹാഫ് ഇങ്ങനെ ക്യാമറയാണ് ഇങ്ങനെ ഇരിക്കും, ഫോണാണ് ശകലം ഇങ്ങോട്ട് ചെരിച്ചെടുക്കുന്നതിനാണ് ഡച്ച് ആംഗിൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടോപ്പ് ആംഗിൾ ആണ്. ടോപ്പ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലിക്യാം ഒക്കെ കാണുന്ന ആംഗിൾ, നേരെ മേളിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ കയറിയിട്ട് താഴെ ക്ലൈന്റ് പാർട്ടിയെ നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണ് ടോപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഹെലിക്യാമിലാണ് ഹൈ ആംഗിൾ എടുക്കുന്നത്. പിന്നത്തെ വരുന്നത് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയും. ഷോട്ട് എന്ന് പറയുമെങ്കിലും അതൊരു ആംഗിൾ തന്നെയാണ്, ക്യാമറ ആംഗിളാണ്. അപ്പോൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇത്രേ ഭാഗം ഫോക്കസ് ആയിട്ട് ആക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തതിനാണ് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയുന്നത്. വീഡിയോഗ്രാഫിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സംഭാഷണങ്ങൾ, രണ്ടുപേര് നമ്മുടെ സംഭാഷണങ്ങൾ. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത ആൾ ഇപ്പറേ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ആളുടെ ഷോൾഡറിന്റെ സൈഡിൽ കൂടി എടുക്കുന്നതിന് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഷോട്ടുകൾ. അപ്പോൾ ക്യാമറ ആംഗിളുകളും ഈ ഷോട്ടുകളും കൂടെ നോക്കിയിട്ട് നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്ലോസപ്പ് ഷോട്ട് ഐ ലെവലിൽ എടുക്കുന്നു, ക്ലോസപ്പ് ഷോട്ട് ഹൈ ആംഗിൾ എടുക്കുന്നു, ക്ലോസപ്പ് ഷോട്ട് ലോ ആംഗിൾ എടുക്കുന്നു, മിഡ് ഷോട്ട് ഹൈ ലെവലിൽ എടുക്കുന്നു, ഹൈ ആംഗിൾ എടുക്കുന്നു, ലോ ആംഗിൾ എടുക്കുന്നു, ഷോർട്ട് ആംഗിൾ അങ്ങനെ ശ്രദ്ധിച്ച് അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ വരും. ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഷോർട്ടും ആംഗിളും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീഡിയോഗ്രാഫിക്ക് ഷോർട്ടും ആംഗിളും ക്യാമറ മൂവ്മെന്റുകളും കൂടിയാണ് വീഡിയോഗ്രാഫി വരുന്നത്.